കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ, അതിൻ്റെ വിശദാംശങ്ങളും യാഥാർത്ഥ്യങ്ങളും പൊതുസമൂഹം അറിയണം, പൊതുസമൂഹത്തെ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ BJPയെയും RSSനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ പിണറായി സർക്കാർ നേരിടുന്ന വെല്ലുവിളികളെ, പിണറായി സർക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ്. PV അൻവർ പറയുന്നു കൊലപാതകം നടന്നിട്ടുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്, ഫോൺ ടാപ്പിംഗ് നടന്നിട്ടുണ്ട്, മാരകമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി, തൃശ്ശൂർ പൂരം DGP ഇടപെട്ട് പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ. വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? DGPയുടെ കാര്യം അത് പിണറായി വിജയൻ നോക്കട്ടെ, ഞാനതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പൂരത്തിൽ ഇടപെട്ട വ്യക്തി എന്ന നിലയിൽ 2-3 കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ പൂരം രാത്രി ഏതാണ്ട് ഒരു 11-നും 12-നും ഇടയിൽ വെച്ചാണ് പോലീസുമായിട്ട് പ്രശ്നമുണ്ടാകുന്നത്. ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിലെ ഒരു ജോലിക്കാരനെ മർദ്ദിച്ചു എന്നുള്ളതുകൊണ്ട് അവർ പന്തലിൻ്റെ വിളക്കണച്ചു, അവർ മേളം നിർത്തി, പോലീസ് വരണം, SP വരണം, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി രാജൻ വരണം, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് സംസാരിച്ചതിന് ശേഷമേ ഇനി മേളം തുടരേണ്ടൂ എന്ന ഒരു തീരുമാനമെടുത്തു. ഈ തിരുവമ്പാടി ദേവസ്വത്തിൽ BJPക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. BJPയുടെ ചുമതലപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടുത്തെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആരാണ്? ജനറൽ സെക്രട്ടറി ഗിരീഷ് കോൺഗ്രസ് ആണ്. DCCയുടെ ചുമതലപ്പെട്ട ആളാണ്, പല പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. പ്രസിഡന്റിൻ്റെ അച്ഛൻ ഇടതുപക്ഷം കൊണ്ടുവന്ന ദേവസ്വം പ്രസിഡന്റായിരുന്നു, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റായിരുന്നു. ഇതിലൊന്നും യാതൊരു സ്വാധീനവുമില്ല BJPക്കോ RSSനോ. പക്ഷെ പൂരം നിർത്തി പോലീസ് മർദ്ദിച്ചു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, സാംസ്കാരിക നഗരിയുടെ സാംസ്കാരിക തലസ്ഥാനത്തിലെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ തൃശ്ശൂർ പൂരത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഓടിയെത്തി. ഞങ്ങളെല്ലാവരും തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തി. എന്താ പ്രശ്നം? ദേവസ്വത്തിലെത്തി. എന്താ പ്രശ്നം? അവർ പ്രശ്നം പറഞ്ഞു. ഉടനെ പോലീസുമായി സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ രംഗത്ത് വന്നു. ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞ ഉടനെ എല്ലാവരെയും ബന്ധപ്പെട്ടു, പോലീസിൻ്റെ ചുമതലപ്പെട്ടവരെ ബന്ധപ്പെട്ടു. ആരും വന്നില്ല. റവന്യൂ മന്ത്രി രാജൻ, അയാളാണ് പൂരത്തിൻ്റെ ചുമതല, അയാളും വന്നില്ല. എവിടെ പോയി ഇവരൊക്കെ? ഒരൊറ്റയാളും വന്നില്ല. പൂരം അനിശ്ചിതത്വത്തിലേക്കും നീങ്ങുന്നു. രാവിലത്തെ വെടിക്കെട്ട് കാണാൻ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. വെടിക്കെട്ട് വേണോ വേണ്ടയോ ചർച്ച പോലും ഇല്ല. ഞങ്ങൾ രംഗത്ത് വന്നു. ദേവസ്വത്തിൻ്റെ ആളുകളെ ശമിപ്പിക്കണം, എല്ലാവരും ഈ വിഷയത്തിൽ ഇറങ്ങാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും ജനങ്ങൾ പ്രകോപിതരായി, ബഹളമായി. ഈ സമയത്താണ് ഞങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരികയാണ് ഈ സുരേഷ് ഗോപിയെ. സ്വാഭാവികമാണല്ലോ, BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ രംഗത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഉറങ്ങാണ്. കാരണം തലേദിവസം അദ്ദേഹത്തിന് വയ്യാണ്ട്, നടുവേദനയും ശാരീരിക പ്രശ്നങ്ങളുമായിട്ട് വയ്യാതെ കിടക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ വരാം. അദ്ദേഹം ഒരു ആംബുലൻസ് കയറ്റി അദ്ദേഹത്തെ കൊണ്ടുവന്നു. ആ സമയത്ത് മുരളീധരനെ വിളിക്കാൻ കോൺഗ്രസ്സുകാർ പോയി. വാതിലിൽ തട്ടി, ഫോണിൽ വിളിച്ചു. മുരളീധരൻ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്, എഴുന്നേറ്റില്ല. എന്താ കാരണം അറിയില്ല. റവന്യൂ മന്ത്രി, പൂരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി, ഉറങ്ങാൻ പാടില്ലാത്ത മന്ത്രി, പൂരത്തിനു വേണ്ടി എല്ലാം ചെയ്യേണ്ടതായ മന്ത്രി, ആ മന്ത്രി വന്നില്ല. മന്ത്രിയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ വന്നില്ല. സുരേഷ് ഗോപി എത്തി. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അപ്പോൾ അവിടെ CPMൻ്റെ ആളുകളുണ്ട്.
അവിടെ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചു. സുരേഷ് ഗോപി പറഞ്ഞു, ഞാനിത് ഏറ്റെടുക്കുകയാണ്, നിങ്ങളിത് നടത്തണം. അങ്ങനെ സംസാരിച്ച് ചർച്ച ചെയ്ത് വെടിക്കെട്ടിന് തീരുമാനിച്ചു. വെടിക്കെട്ട് നടത്താം. അതിനുശേഷം ഞങ്ങൾ വിളിച്ചപ്പോൾ രാജൻ വന്നു, മന്ത്രി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മന്ത്രിയുമായിട്ട് ഒരുമിച്ച് വീണ്ടും വരുന്നു. അങ്ങനെ മന്ത്രിയുടെ തീരുമാനം കൂടി കണക്കിലെടുത്തിട്ടാണ് വെടിക്കെട്ട് നടത്തിയത്. അല്ലാതെ വെടിക്കെട്ട് സുരേഷ് ഗോപി ഒറ്റയ്ക്കല്ല. അങ്ങനെ വെടിക്കെട്ട് നടത്തി. പക്ഷെ പ്രശ്നം എന്താ? സുരേഷ് ഗോപി അവിടെ വന്നു. സുരേഷ് ഗോപി ചർച്ച ചെയ്തു. സുരേഷ് ഗോപി ചർച്ച ചെയ്തതുകൊണ്ടാണ് ആ പൂരത്തിൻ്റെ വിഷയത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ തിരുവമ്പാടി ദേവസ്വം തയ്യാറായത്. ദേവസ്വത്തിന് BJP ബന്ധമുണ്ടോ? ഇല്ല. ഈ സമയത്ത് എന്തുകൊണ്ട് സുനിൽകുമാർ വന്നില്ല? എന്തുകൊണ്ട് മുരളീധരൻ വന്നില്ല? അറിയില്ല. അവരെ വിളിച്ചിരുന്നു. അവരുടെ ആളുകളാണ് വിളിച്ചിരുന്നത്. അവർ വന്നില്ല. സുരേഷ് ഗോപി വന്നു. അതൊരു തെറ്റാണോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, പൂരത്തിൽ പ്രശ്നമുണ്ടായി. പൂരത്തിൽ പ്രശ്നമുണ്ടായാൽ, ഒരു തൃശ്ശൂർ പൂരത്തിൽ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ അതാണോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്? അതൊരു കാരണമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 75,000 വോട്ടിന് ജയിക്കണമെങ്കിൽ എങ്ങനെ ജയിക്കും? ഇന്നുവരെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് CPM-നും വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും പോകാത്ത ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഒല്ലൂർ പള്ളിയുടെ ഇടവക, ഒല്ലൂർ പള്ളിയുടെ ചുറ്റുവട്ടം, അവിടെ ഇന്നുവരെ വേറെ ആരും ജയിച്ചിട്ടില്ല, കോൺഗ്രസേ ജയിച്ചിട്ടുള്ളൂ. ആ ഒല്ലൂർ പള്ളിയുടെ ചുറ്റുവട്ടം മുഴുവനും BJP തൂത്തുവാരി. അവിടെയൊക്കെ BJPക്ക് വലിയ മാർജിനാണ്. അവിടുത്തെ ഒരു ബൂത്തിലും കോൺഗ്രസും ഇല്ല, CPM-ഉം ഇല്ല. അവിടെയൊക്കെ BJP ഒന്നാം സ്ഥാനത്താണ്. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, തൃശ്ശൂർ ടൗണിൽ പുത്തമ്പള്ളിയും അതേപോലെ ലൂർദ് പള്ളിയും നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ ക്രൈസ്തവ ശക്തിയുടെ, ബിഷപ്പ് പാലസുള്ള ക്രൈസ്തവ ശക്തിയുടെ നെടുംതൂണാണ്. അവിടെ ആരാ ഭൂരിപക്ഷം? അവിടെയും BJP-യാണ്. ഇനി തൃശ്ശൂർ പൂരവുമായി ബന്ധമില്ലാത്ത ചാവക്കാട്, അവിടെ മുഴുവൻ മുസ്ലിം പോപ്പുലേഷനാണ് ചാവക്കാടിൻ്റെ ഏരിയ. ഗുരുവായൂർ നിയോജക മണ്ഡലം, അവിടുത്തെ സ്ഥിതി എന്താ? ആ ചാവക്കാടിൻ്റെ ബെൽറ്റിലൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ 2 ഇരട്ടി വോട്ടാണ് BJP നേടിയത്. പിന്നെ ഈ നാട്ടിക ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ ഏരിയയാണ്. പ്രതാപൻ്റെ നാടാണ്. പ്രതാപന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. പ്രതാപൻ്റെ ശക്തി കേന്ദ്രമാണ്. പ്രതാപനൊന്ന് ചിരിച്ചാൽ, പ്രതാപനൊന്ന് തോളിൽ തട്ടിയാൽ, പ്രതാപനൊന്ന് ഇറങ്ങിയാൽ വോട്ടുകൾ കൂമ്പാരമായി വരുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് മുഴുവനും സുരേഷ് ഗോപിക്ക് കിട്ടി. അങ്ങനെയാണ് ജയിച്ചത്. ഇരിഞ്ഞാലക്കുടയിൽ പൂരവുമായി ബന്ധമില്ലല്ലോ. അവിടെ ആരാ ഒന്നാം സ്ഥാനത്ത്? ഇരിഞ്ഞാലക്കുട മണ്ഡലം BJP, നാട്ടിക മണ്ഡലം BJP, മണലൂർ മണ്ഡലം BJP. ഇവിടെയൊക്കെ തന്നെയും BJP വളരെ ഉയർന്ന സ്റ്റേജിൽ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഭരത് അവാർഡ് കിട്ടിയ ആ നടൻ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കരിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിയിച്ച് അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നതിന് ജനങ്ങൾ അദ്ദേഹത്തിന് വാരിക്കോരി വോട്ട് കൊടുത്തു. അതിന് ഇവന്മാർ അസൂയപ്പെട്ടിട്ട് അത് പൂരം കൊലക്കിയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കരിവന്നൂരിനെ പറ്റി രണ്ടുപേരും മിണ്ടുന്നില്ല. എന്നാൽ കരിവന്നൂരിൻ്റെ വിഷയമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ എൻട്രി ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇടതും വലുതും മിണ്ടൂല. കാരണം അവർ രണ്ടിനും ഈ കൊള്ളയ്ക്ക് കൂട്ടാം.